നമസ്കാരം. നമസ്കാരം ഡോക്ടർ. വിളിച്ച കിട്ടുന്ന പ്രതീക്ഷയില്ല, ഭയങ്കര സന്തോഷമായി. അയ്യോ, എപ്പോ വേണമെങ്കിലും വിളിക്കാം, നോ പ്രോബ്ലം. ഒന്ന് മെസ്സേജ് അയച്ചിട്ടായ സൗകര്യം. ഞാൻ ഡോക്ടർ ഇങ്ങനെ നല്ല ഈസി ആയിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചിരുന്നത് മകന്റെ ഒരു അഡ്മിഷൻ കാര്യം പറഞ്ഞ മെസ്സേജ് അയച്ചിരുന്നു. ഡോക്ടർ എനിക്ക് റിപ്ലൈ തന്നിരുന്നു. ഐസർ അല്ലെങ്കിൽ IIT ഓപ്ഷനാണ് പറയുന്നത്. അപ്പൊ മകൻ എന്താ വെച്ചാൽ പ്യൂർ സയൻസ് പഠിക്കണമെന്നും റിസർച്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറയുന്നുണ്ട്. അത്രയെങ്കിലും മനസ്സിലാക്കിയിട്ടൊന്നല്ല പറയുന്നത്. എന്നാലും അപ്പൊ പൂനെ പോയിട്ട് ഐസർ കിട്ടും എന്ന് പറയുന്നു, മാർക്കും ഇതും വെച്ചിട്ട്. എനിക്ക് ഡോക്ടർ ഇത് കഴിഞ്ഞുള്ളൊരു ഫ്യൂച്ചർ ഞാൻ ഒരു റീസെന്റ് ഒരു വീഡിയോയിലാണ് കണ്ടത്. ഈ ഫെലോഷിപ്പോട് കൂടി റിസർച്ച് ചെയ്യാനുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല, ഈ ഐസറിലൊക്കെ പോകുമ്പോഴേ അവര് സാധാരണഗതിയിൽ നമ്മൾ ആ കോളേജുകളിൽ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കലോ ഒന്നുമല്ല. കുറെ അസൈൻമെന്റ്സും പ്രോജക്റ്റുകളും സെമിനാറുകളും പ്രസന്റേഷൻസും അതൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ അവരുടെ സബ്ജക്റ്റിലുള്ള ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാനും അതുപോലെ അവരുടെ ഫാക്കൽറ്റി കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്ത് പിന്നെ അവരുടെ താല്പര്യം മനസ്സിലാക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ലോകത്തിലുള്ള വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്, അവിടെ ആരൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, ഏത് വിഷയമൊക്കെയാണ് അവർ ചെയ്യുന്നത്, അത് പലരും പ്രസന്റ് ചെയ്യുന്നതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് അവർക്ക് ആ ഒരു മൂഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് ഇയറൊക്കെ കഴിയുമ്പോഴത്തേക്കും അവര് എബ്രോഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇന്റേൺഷിപ്പിനോ പ്രോജക്റ്റിനോ ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അത് ഈ കുട്ടികളുടെ ഇൻട്രസ്റ്റും അവരുടെ പിന്നെ ഒരു ഇനീഷ്യേറ്റീവൊക്കെ അനുസരിച്ചിട്ടാണ് ഇരിക്കുക. അതിൽ ഡള്ളായിട്ട് മോശമായിട്ട് പോകുന്ന കുട്ടികളുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് IIIT ആയാലും IIT ആയാലും അതിൽ ഏറ്റവും മെച്ചമായിട്ട് ഐസറും IISc ഒക്കെ അങ്ങനെയുള്ളൊരു റിസർച്ച് മോഡിൽ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. IIT കുറെയൊക്കെ ടെക്നിക്കലി ആണ്, അതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ റിസർച്ച് ഓറിയന്റഡ് ആണ്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ വിഷയങ്ങളിൽ അവരുടെ വിഷയം മാത്രം പോരാ. അതുകൊണ്ടാണല്ലോ ടെസ്റ്റിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉൾപ്പെടുത്തിയത്. അപ്പോൾ അത് കാരണം ഇതൊക്കെ റിലേറ്റഡ് ആണ്. റിസർച്ച് വരുന്ന സമയത്ത് ഇതൊക്കെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഒരു വിഷയം താല്പര്യമല്ല, ഈ വിഷയങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള, കാരണം ഇന്റർ ഡിസിപ്ലിനറി ആണ് ഇപ്പൊ എല്ലാം നടക്കുന്നത്. നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ ബയോളജി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ബയോളജി പഠിക്കാത്തതിന്റെ ഒരു വിഷമം IIT എക്സാം കഴിഞ്ഞപ്പോ ഒന്ന് പറയുകയും ചെയ്തു. അല്ല, അത് കുഴപ്പമില്ല. അതൊക്കെ ഈ ഒരാൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ ബാക്കി വണ്ടികളൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന പോലെ നല്ല കുട്ടികൾക്ക് ഏത് വിഷയവും ഒരേപോലെ വഴങ്ങും. നമ്മുടെ ഒരു ഇലക്ട്രോണിക്സ് ആണ് പ്രഷർ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിംഗറിൽ വെച്ചിട്ട് പൾസ് ചെക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് മാത്രമല്ലല്ലോ, ബയോളജി ഉപയോഗിക്കുന്ന അറിവല്ലേ അതിനകത്ത് ഇലക്ട്രോണിക്സിലൂടെ വരുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാനുള്ള കഴിവ്, അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ആക്കി നമ്മുടെ ഒരു മാസത്തെ പൾസ് റേറ്റ് അത് പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഫുൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ മാത്സും ഫിസിക്സും ബയോളജിയും ഒക്കെ ഈ 12ാം ക്ലാസ് ലെവലിൽ എല്ലാം പഠിക്കാൻ അവരെ നിർബന്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ ഓപ്ഷൻസ് കൊടുത്തു എന്ന് മാത്രം. അപ്പൊ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് വിഷയത്തിലും ഇത്തരം റിസർച്ചുകൾക്ക് യോഗ്യതയും പ്രാവീണ്യവും ഉണ്ടാവും. പിന്നെ ഇതിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ഇന്ന് വളരെ സർവ്വസാധാരണമാണ്, അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അതുപോലെ ഈ 5 വർഷം BSMS ഇന്റഗ്രേറ്റഡ് ഡബിൾ അങ്ങനെ ഡ്യുവൽ ഡിഗ്രി കോഴ്സ് അതാണല്ലോ ഐസറിൽ. അതെ, കാരണം റിസർച്ച് ആയതുകൊണ്ട് മാസ്റ്റർ ലെവലിൽ വരെ പോണം. അപ്പൊ സാധാരണ കോളേജുകളിൽ BSc കഴിഞ്ഞ് പോകുന്ന ഒരാൾക്ക് മാസ്റ്റേഴ്സിലേക്ക് ആ ഒരു ഓറിയന്റേഷൻ കിട്ടില്ല. നമ്മൾ ഈ റിസർച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാർ റിസർച്ച് ചെയ്തവരാകുമ്പോഴാണ്. അത് യൂണിവേഴ്സിറ്റികൾ പണ്ട് മാസ്റ്റേഴ്സ് മാത്രമായിരുന്നു. അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ഹയർ റിസർച്ച് സെന്റർ ആണ് ഐസർ. അപ്പോൾ ഈ ഓറിയന്റേഷൻ ചെറുപ്പത്തിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഐസറിലേക്ക് വേണ്ടിയിട്ട് +1 +2 കഴിഞ്ഞിട്ട് അഡ്മിഷൻ തുടങ്ങുന്നതും BSMS ഇന്റഗ്രേറ്റ് ആക്കുന്നതും. അപ്പൊ
ഇപ്പൊ സാറ് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയത് ഈ അത് കഴിഞ്ഞിട്ടുള്ള ഫെലോഷിപ്പ് മറ്റു സംഗതികളെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കേണ്ട. അവരെന്നെ ഒരു അല്ല, അവര് നമ്മളെ ഈ പറയുന്ന എന്നെക്കാളും ഒക്കെ വിവരമുള്ളവരായിരിക്കും. അവര് 4 വർഷം കഴിയുമ്പോൾ ഐസറിൽ പഠിക്കുന്ന ഒരു കുട്ടി. അവര് ലോകം, അത് മാത്രമല്ല 4 കൊല്ലം കഴിയുമ്പോൾ ലോകം മാറും. അവരുടെ ചില കുട്ടികളൊക്കെ ഞാൻ മെന്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില കുട്ടികൾക്കൊക്കെ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെറും പഠനം കൊണ്ട് മാത്രമല്ല, അവരുണ്ടാക്കിയെടുക്കുന്ന കോണ്ടാക്റ്റും അവരുണ്ടാക്കിയെടുക്കുന്ന പ്രോജക്റ്റ് പ്രപ്പോസലും അതൊക്കെ എഴുതാനുള്ള കഴിവുകളും അതിനുള്ള മെന്റർഷിപ്പുകളും നമ്മുടെ റെക്കമെൻഡേഷൻ ലെറ്ററും ഒക്കെ വേണം അതിന്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ല, ഈ ശ്രമം എന്ന് പറയുന്നത് ജനിക്കുന്നത് മുതൽ തുടങ്ങുന്നതാണ്. അതിന്റെ എല്ലാം ഒരു ഭേദമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ ആവും. നമ്മളിപ്പോ ശ്രമിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു റെക്കമെൻഡേഷൻ ലെറ്റർ വേണം, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അറിയണം. അത് പാസ്സായി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തപ്പിയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരവില്ല. നമ്മളൊരു കോൺഫറൻസിന് പോകുമ്പോഴും സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് ഇടപെടുകയും നമ്മുടെ ഇൻട്രസ്റ്റ് അവരെ കാണിച്ചു കൊടുക്കുകയും അവരോട് ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഐസറിൽ ഇങ്ങനൊരു കുട്ടിയുണ്ട്, എനിക്കൊരു ഫെലോഷിപ്പ് ഉണ്ട്, ആ കുട്ടിയെ എൻ്റെ കീഴിൽ പ്രോജക്റ്റ് എടുക്കാൻ തോന്നുന്നത് പ്രൊഫസർമാർക്ക് ഇങ്ങോട്ട് തോന്നേണ്ടതാണ്. ആ ഒരു ഇൻട്രസ്റ്റ് ഏറ്റെടുക്കാൻ പറ്റണം. മനസ്സിലായി? ഇനിയിപ്പോ എൻ്റെ സ്റ്റുഡന്റ് നല്ല സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ മോശം സ്റ്റുഡന്റ് ആണെന്ന് അറിയുന്ന പ്രൊഫസർമാര്, ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയ ഒരു കുട്ടിക്ക് എന്തൊക്കെയോ എഴുതിയിട്ടും പറഞ്ഞിട്ടും ആരോടെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ റെക്കമെൻഡേഷൻ ഒക്കെ ആക്കിയിട്ട് കിട്ടിയെന്ന് വിചാരിക്കും. നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രൊഫസർ അയാളോട് പോണ്ടാന്ന് പറയും ചിലപ്പോൾ. കാരണം അയാൾ ഇത് എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തതായിരിക്കും. അങ്ങനെ അയാൾ അവിടെ പോയി കഴിഞ്ഞിട്ട് റിസർച്ച് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ആ പ്രൊഫസർക്ക് മനസ്സിലാവുക ഇവൻ ഒപ്പിച്ചെടുത്തതാണ്, ശരിക്കും വിവരമില്ല. ഇതറിയുന്ന മാഷ് പോണ്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? നാളെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഈ ഗതിയിൽപ്പെട്ടവരാണെന്ന് അവർ ധരിക്കും. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്രെഡിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തെ എല്ലാ മാഷന്മാരുമായിട്ട് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് നമ്മൾ അസസ് ചെയ്യാനുള്ള കഴിവുള്ളവരെയാണ് അവിടെയൊക്കെ മിക്കവാറും എടുക്കുക. അപ്പൊ അത് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഐസറിൽ ചേർന്നു, അഡ്മിഷൻ കിട്ടി എന്നാൽ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പഠിക്കാന്നല്ല വിചാരിക്കേണ്ടത്. ഐസറിലാണ് ചേരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫിസിക്സ് ആണ് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഫിസിക്സ്, ഇപ്പൊ ഞാൻ സിനിമ ഇഷ്ടമുള്ള ഒരാളെന്ന് പറയുന്നത് എന്താണ്, എല്ലാ സിനിമയെക്കുറിച്ചും അയാൾ പഠിച്ചുകൊണ്ടിരിക്കലല്ലേ ചെയ്യാം. ഇപ്പൊ പൊളിറ്റിക്സിൽ ഞാൻ MLA ആയിട്ട് മത്സരിക്കുന്ന ദിവസം മുതൽ ഞാൻ പൊളിറ്റിക്സിൽ പെരുമാറാന്ന് ആരെങ്കിലും വിചാരിക്കും? അദ്ദേഹം ജനിച്ചത് മുതൽ സോഷ്യൽ സർവീസ് ഉണ്ടാവും, പാർട്ടികളെ കുറിച്ച് അറിയുണ്ടാവും, ഓപ്പോസിഷനെ കുറിച്ച് അറിയുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അറിയില്ലേ പൊളിറ്റിക്സിൽ ചാടാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ റിസർച്ച് അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാത്തിലും ഒരു തോന്നലുണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഒരാളുടെ കാല് മുറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നോക്കൂല, ഞാൻ ഡോക്ടറായിട്ട് നോക്കുള്ളൂ എന്ന് പറയുമോ അയാള്? അയാളെ കാല് മുറിയണ സമയത്ത് അറ്റ്ലീസ്റ്റ് തുണിയെങ്കിലും വെച്ച് കെട്ടാനുള്ള തോന്നലുള്ള ആൾക്കല്ലേ നാളെ മരുന്ന് വെച്ച് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോ ഇതൊക്കെ ഒരു ഓറിയന്റേഷൻ ആണ്. അതുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ. ആ ഓറിയന്റേഷൻ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായി ജനിച്ചത് മുതൽ ഒരാൾക്ക് ഉണ്ടാവേണ്ടതാണ്. ഞാൻ ചോദിക്കാനായിട്ട് കാരണം കൂടി ഉണ്ട് സാർ. എന്താ വെച്ചാല് ഒരു ഹൈസ്കൂൾ ലെവലിൽ എത്തിയപ്പോഴേ ഈ MIT-യെ കുറിച്ച് എങ്ങനെയൊക്കെ അറിയുകയും മറ്റും സംഗതി ചെയ്തിട്ട് ഈ MIT-യിൽ റിസർച്ച് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഈ ചങ്ങാതിയുടെ ഹൈസ്കൂൾ തൊട്ടിട്ടുള്ള ചിന്ത. അതിന് MIT-യിലേക്കുള്ള SOP തയ്യാറാക്കണം, സാമ്പിൾ തയ്യാറാക്കണം, അവിടുത്തെ ഏതോ മെയിലിൽ അയച്ചു കൊടുക്കണം. അഡ്മിഷൻ കിട്ടാനല്ല, പക്ഷെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊരു താല്പര്യം കാണിക്കുമ്പോൾ എനിക്ക് തോന്നാം, ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ തൃശ്ശൂർ തന്നെ. എന്റെ ഒക്കെ ഒരു ഐഡിയയും ഭാവനയും വെച്ച് ഇതിനെ ലിമിറ്റ് ചെയ്ത് കളയരുതല്ലോ എന്നുള്ളതാണ് ഞാൻ ഡോക്ടറുടെ അഡ്വൈസ് ചോദിച്ചത്. കാരണം നമുക്ക് ചിന്തിക്കുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടിയ സന്തോഷം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അല്ല, ലോകത്തില് പല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിൽ ഏറ്റവും നല്ലത് MIT ഒക്കെയാണ് അമേരിക്കയിലെന്ന് നമ്മൾ പറയണം. അവിടേക്ക് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ ഇപ്പൊ MIT ഒരു 1000-ലധികം കോഴ്സുകൾ ഫ്രീ ആയിട്ട് ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാ യൂണിവേഴ്സിറ്റികളും, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. അതെ, അത് കേൾക്കുമ്പോൾ അത് നിങ്ങളല്ല കാണേണ്ടത്,
ആ മകനത് കണ്ടിട്ട് ഉടനെ തന്നെ MIT-യിൽ ഒരു 10 കോഴ്സിന് ഇന്ന് രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിലേ നമുക്ക് MIT-യോട് ഗുണമുള്ളൂ. ഇപ്പൊ എനിക്കൊരു മെസ്സേജ് അയക്കുന്നു, എനിക്കൊരു ഇമെയിൽ അയക്കുന്നു, പക്ഷെ ഞാൻ ഇട്ട വീഡിയോ ഒന്നും കാണില്ല എന്ന് വിചാരിക്കും, അതിനകത്തൊന്നും കമന്റ് ചെയ്തില്ല എന്ന് വിചാരിക്കും. അത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് ഞാനൊരു കാഷ്വൽ മറുപടി അയക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഉള്ളതുപോലെ യൂണിവേഴ്സിറ്റിയും ശ്രദ്ധിക്കും. നിങ്ങൾ നാളെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പണ്ട് ഞാൻ 2025 ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, അന്ന് മുതൽ ഞാൻ ഇന്ന പ്രൊഫസറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നൊക്കെ 2030 നിങ്ങൾ ഒരു മാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ട് ഒരു അഡ്മിഷൻ PhD-ക്ക് പോകുമ്പോൾ പറഞ്ഞാല് അവര് സാധാരണ നോക്കുക നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് MIT കോഴ്സുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. അതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പൊ അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടമുള്ള പാഷനുള്ള കുറെ കോഴ്സുകൾ കുറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യാൻ വേണ്ടത്. ഇപ്പൊ MIT മാത്രമല്ല, ഇപ്പൊ MIT കിട്ടിയില്ല, നാളെ കേംബ്രിഡ്ജിലാണ് കിട്ടിയത്, കേംബ്രിഡ്ജിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേംബ്രിഡ്ജും നോക്കും ഇതുപോലെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പാഷനുള്ള വിഷയങ്ങളിൽ കുറെ ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് അത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്ത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് ഒരു സ്ഥലത്തല്ല ഒരേ കോഴ്സ് 10 സ്ഥലത്ത് അപ്ലൈ ചെയ്യാം. ആരും ഇത് ഇവിടെ ചെയ്യുന്നതുകൊണ്ട് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറയില്ലല്ലോ. ഉഡാമി മാത്രമൊന്നല്ല, ഞാനിപ്പോ അബദ്ധത്തിൽ ഒന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം ഒരു ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ 25 വെബ്സൈറ്റുകൾ ഉണ്ടാവും. ആ 25 വെബ്സൈറ്റും 10,000 യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തുന്നുണ്ടാവും. ആ 10,000 യൂണിവേഴ്സിറ്റികളിൽ 1 മില്യണിലധികം കോഴ്സുകളുണ്ട്. ഇതൊക്കെ അവരുടെ അഡ്വർടൈസ്മെന്റ് ആണ്, അതുകൊണ്ടാണ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ ചില സീരിയസ് സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടി ചിലതിനൊക്കെ അവർ കാശ് ചോദിക്കും, അത്രേ ഉള്ളൂ. അവർക്ക് ഇതിട്ട് കിട്ടിയിട്ട് ഇതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കാനുള്ള യൂണിവേഴ്സിറ്റി ഒന്നും അല്ല അവരും. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കുക എന്നുള്ളത് ഒരു സാധാരണ ബ്രില്യന്റ് സ്റ്റുഡന്റിന്റെ ഒരു ഇവാലുവേഷൻ ആണ്. അത് ഉണ്ടാക്കിയെടുക്കുക, അത്ര തന്നെ. അല്ല, എന്റെ ചില ആൾക്കാര് ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, ചില സത്സംഗങ്ങൾ ഉണ്ടാക്കി, ചില കുട്ടികൾ സത്സംഗം ഉണ്ടാക്കി, അവരെ നമ്മളുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഡിസ്കഷനും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ഇടുന്നല്ലാതെ ഓരോ ഇൻഡിവിജ്വലിനും ഇടാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ ഷെഡ്യൂളിൽ ചിലപ്പോൾ ഇടും. ഷെഡ്യൂളൊക്കെ മിക്കവാറും അപ്ഡേറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് സാധാരണ ഇടും. പിന്നെ ആരെങ്കിലും ഒരു ഇൻവിറ്റേഷനോ അത് ഫ്ലെയറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ ഫേസ്ബുക്കിൽ ഇടും, അല്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസിൽ മിക്കവാറും ഞാൻ ഇടാറുണ്ട്. അപ്പൊ ഞാൻ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ അറിയും. പക്ഷെ ഈ വന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരാളെ കാണാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആരോടും പറയാറില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാവുമ്പോഴാണ് നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ അഡ്വർടൈസ് ചെയ്തിട്ടോ പിന്നെ ബിസിനസ് ആക്കിയിട്ട് നടത്തുന്ന ഒരാളല്ലല്ലോ. അപ്പൊ ആരെങ്കിലും താല്പര്യം കാണിച്ചിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവരോട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ, അതല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കാം, സംസാരിക്കാം, അത് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ഈ പറയുന്നതും എന്റെ മുഖം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കും ഇട്ടോ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഇടും. അത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇപ്പൊ ഐസറിനെ കുറിച്ച് എനിക്ക് ചോദിക്കാൻ വരുമ്പോ എന്റെ വീഡിയോ ഉണ്ട് കണ്ടിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ ഐസറിനെ കുറിച്ച് കുറെ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. ഐസറിൽ പോയി അവിടത്തെ സബ്ജക്ട് മനസ്സിലാവാതെ 1 മാസം കഴിയുമ്പോൾ എനിക്ക് ഇതുവരെ പഠിപ്പിച്ചൊന്നും മനസ്സിലായിട്ടില്ല എന്നിട്ട് അവരെ സബ്ജക്ട് പഠിപ്പിച്ച് നടക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവര് ഇന്ന വിഷയം എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാ ആ വിഷയം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ചിലതൊക്കെ റെക്കോർഡ് ചെയ്യും, ചിലതൊക്കെ റെക്കോർഡ് ചെയ്യാണ്ട് അങ്ങോട്ട് ഇടും. അപ്പൊ അങ്ങനെ കുറെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ഐസർ ഡോക്ടർ TPS അടിച്ചാൽ 1-2 വീഡിയോകളെങ്കിലും ഉണ്ടാവും റെക്കോർഡ് ചെയ്തത് ചിലപ്പോ. അപ്പൊ ഇതിപ്പോ ഇടുന്ന സമയത്ത് അല്ല, അത് ഞാൻ ചോദിക്കുന്നത്, നമ്മള് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ മക്കളുടെ വയറൊന്നറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ മക്കൾക്കിത് താല്പര്യത്തോടുകൂടി ചെയ്യാനും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കലാണ് പാരന്റ്സിന്റെ പണി ഞാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതില് മക്കൾക്കാണ് താല്പര്യം വേണ്ടത്. സാറിനോട് ചോദിക്കാൻ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം സാറിനോട് കുറെ കുട്ടികൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സംശയങ്ങൾ. സാർ ആരെയും
പുച്ഛിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം സാറിനൊക്കെ അറിയാം. അറിയാത്ത ഒരാള് ചോദിക്കുമ്പോ ഇതെന്താന്നുള്ളൊരു മട്ടിൽ ഒരു തവണ പോലും സാറ് പറയണ കേട്ടിട്ടില്ല. അല്ല, നമുക്ക് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നൊരു കുറേ പേരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചിലരുടെ ഭാവവും മട്ടും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവരെ വഴക്ക് പറയും. പക്ഷെ അവസാനെത്തുമ്പോഴത്തേക്കും അവരൊന്ന് അടുപ്പിച്ചിട്ടൊക്കെ നിർത്തിയിട്ടാ വിടാറ്. അങ്ങനെ നമ്മളും മനുഷ്യനാണല്ലോ. ഇപ്പൊ ബോധമില്ലാത്ത സംസാരിക്കുമ്പോൾ ചിലപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അതും ഒരു 1000 പേര് നമുക്ക് മെസ്സേജ് അയക്കണം തോന്നുമ്പോൾ അതിൽ 100 പേര് മെസ്സേജ് അയച്ച് അതിൽ 10 പേരെ വിളിക്കുന്നുണ്ടാവുള്ളൂ. അതിൽ 1-2 പേരുടെയാണ് നമ്മൾ ഈ ഒരു ദിവസം വീഡിയോ ആക്കിയിട്ടോ 2 ദിവസം വീഡിയോ ആക്കിയിട്ടൊക്കെ ഇടുന്നത്. ഇത് റെക്കോർഡ് ചെയ്തത് പ്രോസസ് ചെയ്യാൻ ഞാൻ 2 മണിക്കൂർ എടുക്കണം. അതിൽ ചിലര് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അവരുടെ ഉമ്മ സംസാരിക്കുന്നുണ്ടാവും, മുഖം കാണിക്കരുതെന്ന് പറയും, ഞാൻ പറഞ്ഞത് പറയരുതെന്ന് പറയും. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണ്ടേ? അപ്പൊ ഇത് ഈ കട്ട് ചെയ്ത് കളയണമെങ്കിൽ 20 മിനിറ്റിന്റെ 1 മണിക്കൂർ കണ്ടാലേ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ തന്നെയാണല്ലോ ഇത് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോഴൊക്കെ ബോറടിക്കും. അപ്പൊ പറ്റുന്നതും ഒക്കെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇങ്ങനൊന്നും ഒരു സൗകര്യമോ സാഹചര്യമോ കിട്ടാതെ ഉള്ളൊരു കാലത്ത് ജീവിച്ചത് ഇപ്പോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഫുൾ ടൈം. ഇതല്ലാതെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. LLB ക്യാമ്പസിലല്ലാതെ അംഗീകൃതമായി പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ LLB ചെയ്ത് ഈവനിങ് കോഴ്സാണ്. അല്ല, അതെന്താ കാരണം എന്ന് വെച്ചാല് ബാർ കൗൺസില് ചില സ്ഥലത്തൊക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് നിർത്തി. കാരണം അറ്റൻഡൻസ് ഒന്നും നോക്കാറില്ല. ഞാനിപ്പം ഹൈദരാബാദിലാണ് ചെയ്തത്. അറ്റൻഡൻസ് ഒക്കെ അവർ സാധാരണ ഇട്ട് കൊടുക്കും. കാരണം അവർക്ക് ലോ പഠിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ, അവർക്ക് ഫീസ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ കുറെ കേസുകളൊക്കെ വന്ന സമയത്ത് അവർ നിർത്തി. ഈ അംഗീകൃതം എന്ന് പറഞ്ഞ് നാളെ ഞാൻ ബാർ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമല്ലേ, അത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് മിക്കവാറും ആ ഒരു കമ്മിറ്റി തീരുമാനിക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതിനേക്കാളും നമുക്ക് ഇതിന്റെ റെക്കഗ്നീഷനോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളാണ്. ഇപ്പം റെഗുലർ ആയിട്ടുള്ള കോഴ്സുകളിൽ അറ്റൻഡൻസ് വെറുതെ ഇട്ട് കൊടുക്കുന്ന ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികൾ പുറത്തുണ്ടല്ലോ. ജോലി ചെയ്യുന്ന സമയത്ത് ചെയ്യാവുന്ന കോഴ്സുകളെ കുറിച്ചൊന്നും ഞാൻ അന്വേഷിക്കുമ്പോ കാണാറില്ല. ഞാൻ അതുകൊണ്ടാണ് സാറെങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് കൂടി അറിയാലോ. അല്ല, ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്തോന്നല്ല. പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എറണാകുളത്ത് ബാർ കൗൺസിൽ യെസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോ പിന്നെ വേണ്ടാന്ന് വെച്ചതാണ്. കാരണം നമ്മൾ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് വിട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമുണ്ട്. ഇപ്പം എന്റെ പരിചയമുള്ള ഒരാൾ പണ്ട് കുറെ പ്രായമൊക്കെ കഴിഞ്ഞ് ഒമാനിൽ നിന്ന് തിരിച്ചു വന്ന് മൈസൂരിൽ പോയി LLB കഴിഞ്ഞു. പക്ഷെ അയാൾ മൈസൂരിൽ പോയി LLB കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മൈസൂരിൽ താമസിച്ചിട്ട് അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അവരിപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ അവിടെ പഠിക്കണ്ടോ എന്ന് അവർ നോക്കൊന്നുമില്ല. എവിടെയാ തൃശ്ശൂർ എവിടെയാ താമസം? തൃശ്ശൂര് പൂമുന്നത്തേക്ക് പോകുന്നൊക്കെ പറയാം. ടൗണിനടുത്ത് തന്നെയാണ്. അതെ, ഞാൻ എന്റെ വൈഫിന്റെ വീടാണ് ഇരിങ്ങാലക്കുട. അപ്പൊ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തേക്ക് കൊച്ചിയിൽ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരു വൈകുന്നേരം അവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അടുത്ത് പോയി. ഞാൻ അല്ല, ഞാൻ അവിടെ ഒരു ക്യാമ്പൊക്കെ നടത്തിയിരുന്നു. അന്ന് ക്യാമ്പ് നടത്തിയ സമയത്ത് 10-30 ദിവസത്തേക്ക് 10-30 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ കുറെ പേർക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം അങ്ങനെ ഒരു സ്വന്തം അറേഞ്ച് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഒരു എഫിഷ്യൻസി ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിട്ടുണ്ട്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ സമയം മാത്രമല്ല, നമ്മൾ ഈ ഭയങ്കര കമേഴ്ഷ്യൽ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കാഷ്വലായിട്ട് പിള്ളേർ വരും. നമ്മൾ കാശ് മേടിച്ചിട്ടൊക്കെ ആണെങ്കിൽ അവരൊരു സീരിയസ്നെസ് ഉണ്ടാവും. അതല്ലെങ്കിൽ പക്ഷെ ആ ബാച്ചൊക്കെ നല്ല ബാച്ചായിരുന്നു. പക്ഷെ ആ 10 കൊല്ലത്തെ മുമ്പുള്ള ഒരു ബാച്ചൊന്നും ഇപ്പം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്റെ മകന് ഈ ഒരു ചിന്തയിലേക്ക് വന്നത് ഇതുപോലെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒട്ടും കമേഴ്ഷ്യലില്ലാണ്ട് എന്റെ ഒരു പരിചയമുള്ള ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹം മകനും വൈഫും കൂടിയിട്ട് അവരുടെ വീട്ടിൽ ഒരു 5-6 കുട്ടികളെയും ഫാമിലി അടക്കം വിളിച്ചൊരു വളരെ ഇൻഫോർമൽ ആയിട്ടൊരു ക്യാമ്പ് നടത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ മുതലമടയില്. അപ്പൊ അതൊരു ക്യാമ്പാണെന്ന് വിചാരിച്ചിട്ടല്ല, അത്രയും പരിചയമുള്ള വെച്ചിട്ട് മോനും ഫാമിലിയും ഒക്കെ ആയിട്ട് പോയി. അവിടെ നിന്നാണ് അവരുടെ മകൻ ഐസർ കഴിഞ്ഞ റിസർച്ച് ചെയ്യുന്ന കുട്ടിയാ.
അപ്പൊ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഇൻപുട്സ് ആണ് ഇങ്ങനെ പ്യൂർ സയൻസിന്റെ ആയിരിക്കും. എല്ലാവർക്കും ഒരു സ്പാർക്ക്. ഞാൻ മുതലമടയിൽ പോയിട്ടുണ്ട്. അരുൺ എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറലിസ്റ്റ് ഉണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണല്ലോ ഓരോന്ന് പഠിക്കുക. അതുകൊണ്ടാണ് സാറ് നാട്ടിലുണ്ടെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ കുറെ കാര്യങ്ങൾ ഇതില് ക്രമീകരിക്കാനൊക്കെ ഉണ്ട്. ഞങ്ങൾ പറയുമ്പോ എടുക്കുന്നതിനേക്കാൾ എത്രയോ അധികം എടുക്കും. ഡോക്ടറെ പോലെ നടത്താറുണ്ട്. അങ്ങനെ ഇൻഫോർമലായിട്ട് പല സ്ഥലത്തും നടത്താറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒറ്റക്ക് നടത്തുമ്പോൾ നമ്മൾ 30 കുട്ടികളെ കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു സ്കൂൾ നടത്തുകയാണെങ്കിലോ ഒരു 100-150 പേര് എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പൊ അടുത്ത കാലത്ത് ബോംബെയിലും ഗോവയിലും ഒക്കെ പോയത് 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് 11, 12 കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ അവിടെ പോയി താമസിച്ച്, അപ്പോൾ ലാർജ് കുട്ടികൾക്ക് അതിൽ കുറച്ച് പേരൊക്കെ സ്റ്റിമുലേറ്റ് ആകുമ്പോൾ അവർക്കൊരു ഗുണം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അത്തരം സ്കൂളുകളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് നമുക്ക് കുറച്ചും കൂടി, നമുക്ക് വലിയ ബോധറേഷൻ ഇല്ല. അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നാട്ടിലൊക്കെ ക്യാമ്പ് നടത്തുന്ന സമയത്ത് അവരുടെ താമസം, ഭക്ഷണം, അതൊക്കെയാണ് ബാക്കി പഠിപ്പിക്കുന്നതിനേക്കാളും നമുക്ക് ബോധറായിട്ട് വരിക. അതുകൊണ്ടാ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നോക്കട്ടെ, നടക്കുമായിരിക്കും. സന്തോഷം. അറിയേണ്ട ആവശ്യം വന്നിരുന്നില്ല, കാരണം ഇൻഫർമേഷൻസ് നമുക്കും കിട്ടാനുള്ള കുറെ ഇൻഫർമേഷൻസ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് നൈസറിന്റെ നെക്സ്റ്റ് എക്സാം ആണ്. അതെ, അറിയാം എനിക്ക്. നമുക്ക് കുറെ കുട്ടികളുള്ളതുകൊണ്ട് അവര് പിന്നെ മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യും. പിന്നെ നമുക്ക് ഇതിങ്ങനെ അപ്ഡേറ്റ് ആയത് സാറ് പറയണങ്ങനെ നമ്മള് സാറിന്റെ ഒരു പ്രത്യേക കോട്ട് ഉണ്ടായിരുന്നു, നമ്മൾ പലതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് മിസ്സായി പോണു എന്ന് പറഞ്ഞിട്ടൊരു ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് സാറ് പറയുന്നുണ്ട്. കുട്ടിക്ക് തന്നെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയണ്ട, അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും നമ്മളിതൊക്കെ ഞങ്ങളും കൂടി ഇത് പഠിക്കേണ്ടതാണ്. അവര് പഠിക്കുന്നുണ്ട്, കുട്ടികൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങളൊന്നും അറിയാതിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ശരിക്കും സാറിന്റെ ഇങ്ങനെ കുറെ ഇൻഫർമേഷൻസ് കിട്ടിയപ്പോഴാണ് ഇതിൽ കുറച്ചും കൂടി പഠിക്കണം എന്നൊക്കെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഐസർ അഡ്മിഷനെ കുറിച്ചൊക്കെ മോൻ പഠിച്ച പോലെ ഞങ്ങളും പഠിച്ചു. അല്ല, ഞാൻ പണ്ട് ഐസർ തുടങ്ങിയ കാലത്ത് കുട്ടികളെ കിട്ടാത്തപ്പോ അവര് നടത്തിയൊരു പ്രോഗ്രാമാണ് ഇൻസ്പയർ. ആ ഇൻസ്പയറിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവർ കുറെ ക്ലസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരു 10 ദിവസത്തെ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ അതിനകത്തൊക്കെ ക്ലാസ് എടുത്ത ആളാണ്. അപ്പൊ കേരളത്തിൽ ഐസറിൽ ആദ്യം പോയിട്ടുള്ള ബാച്ചുകളിലെ കുട്ടികളൊക്കെ എന്റെ സ്റ്റുഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ അവിടെ കുറെ ദിവസം ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്തും, എറണാകുളത്തും കണ്ണൂരും ഒക്കെ ക്ലാസ്സുകളുള്ള സമയത്ത് എന്നെ വിളിക്കാറുണ്ട് എക്സ്പെർട്ടായിട്ട്. ഞാൻ അതിന് പോകാറുണ്ട്. അതിൽ സാധാരണ ഐസറിലുള്ള ഫാക്കൽറ്റി, IIT-ലുള്ള ഫാക്കൽറ്റി, കുറച്ച് സയന്റിസ്റ്റുകളൊക്കെ വിളിക്കാറ്. അങ്ങനെ ആ സയന്റിസ്റ്റ് ഗ്രൂപ്പിൽ ഏതോ പരിചയം കൊണ്ടൊക്കെ ഞാൻ പെട്ടുപോയതാണ്. അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോയില് ആ എക്സ്പീരിയൻസും ആ സമയത്തുള്ളൊരു അറിവും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവരോട് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും. ഞാൻ എല്ലാ കമന്റ്സും വായിച്ചു നോക്കി. കാരണം ആരാണ് താല്പര്യമുള്ളവരെന്നൊക്കെ നമുക്ക് അങ്ങനെയല്ലേ അറിയാം. അപ്പൊ യൂട്യൂബിൽ വരുന്ന കമന്റ്സ് ഒക്കെ കൃത്യമായിട്ട് വായിക്കും. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്. അപ്പൊ അടുത്ത പ്രാവശ്യം ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ ഇപ്പം അതുകൂടി റെക്കോർഡ് ചെയ്തിടാന്ന് വിചാരിക്കും. അങ്ങനെ ആൾക്കാരുടെ റിക്വയർമെന്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിടുന്നത്. അല്ലെങ്കിൽ എല്ലാം റെക്കോർഡ് ചെയ്യാറില്ല, ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാം ഇടാറില്ല. കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സംസാരം കഴിയുമ്പോൾ ആലോചിക്കും ഇത് ഇടണോ വേണ്ടയോ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കും ഇത് ഇട്ടോട്ടെ എന്ന്. അങ്ങനെയാണ് ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പൊ മനോജിന്റെ ഈ ഡിസ്കഷൻ ഇടാലോ അല്ലേ? അല്ല, ഈ സാർ എന്നുള്ളത് ഒരു വളരെ കോമൺ ആയിട്ട് നമ്മൾ പിന്നെ അറ്റൻഡറെയും ക്ലർക്കിനെയും കമ്പസ് കണ്ടക്ടറെയും ആരെയും വിളിക്കും. നമ്മൾ അതിനെ കവിഞ്ഞൊരു ഡോക്ടർ അല്ലെ. ഞാൻ പ്രൊഫസറിനെക്കാളും മുകളിൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്റെ ഏട്ടൻ പ്രൊഫസർ TPS എന്നാണ് അറിയപ്പെടാറ്. അദ്ദേഹം പരിഷത്തിലൊക്കെ ഉണ്ടായിരുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രമുഖ നേതാവും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സിൻഡിക്കേറ്റ് മെമ്പറും പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള ഡെവലപ്മെന്റ് ഓഫീസറും കേരള റിസർച്ച് ഫോറത്തിലെ പ്രോഗ്രാം ഓഫീസറും ഒക്കെ ആയി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് എന്റെ ഗാർഡിയൻ. എന്റെ അച്ഛൻ മരിച്ച സമയത്ത് എന്നെ വളർത്തിയ അദ്ദേഹമാണ്. അപ്പൊ ഒരു പ്രൊഫസർ TPS ഉള്ളപ്പോ ഞാൻ പ്രൊഫസർ TPS ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഡോക്ടർ TPS എന്നുള്ള പേര് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് എല്ലാവരും വിളിക്കാറ്, നമ്മളായിട്ട് വിളിക്കുന്നതല്ലോ. അപ്പൊ അത് മക്കളിലേക്ക് അത് ഒരു അറിവെത്തിക്കുക എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ്. പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡ്,
നമ്മളോട് സംസാരിക്കുമ്പോൾ കാഷ്വലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെ അറിവോടുകൂടി നമ്മൾ ഓരോ വാക്കും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ വളരെ കാഷ്വലായിട്ട് സാർ ഇപ്പൊ അങ്ങ് പറയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ലല്ലോ. അതെ, പക്ഷെ മക്കളോട് പറയുമ്പോൾ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് അവർ ആ ഒരു ക്യാരക്ടറിൽ എത്തിക്കോട്ടെ വെച്ചിട്ടാണ്, അല്ലാതെ എന്നെ വിളിക്കണം എന്നുള്ളൊരു വാശി കൊണ്ടൊന്നുമല്ല. ഞാൻ ഡോക്ടർക്ക് അങ്ങനെ ഇതാണ് താല്പര്യം പറഞ്ഞിട്ടും അറിയാതെ ഈ സാറ് വരുന്നതിൽ എനിക്കൊരു വിഷമം തോന്നുന്നു. അല്ല, അത് പ്രായമുള്ളവർ അങ്ങനെ പറയുന്നതിൽ എനിക്ക് വലിയ വിരോധം തോന്നല്ല. കാരണം ഈ മക്കള് നാളെ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അമേരിക്കയിൽ ഏതെങ്കിലും പ്രൊഫസറെ സാറിന് വിളിച്ചാൽ അവർക്ക് വല്ലാണ്ട് അരഗന്റ് ആവും. അവർക്ക് ഈ പ്രൊഫസർ ആണെങ്കിൽ പ്രൊഫസർ, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, അതല്ലെങ്കിൽ അവരുടെ പേര്. ഇപ്പം അങ്ങയുടെ മകൻ ഒരു ഡോക്ടർ ജോണിനോടാണ് സംസാരിക്കുന്നത്. അവര് അഡ്രസ് ചെയ്യുമ്പോൾ പോലും, നമ്മളൊരു കത്ത് എഴുതുമ്പോൾ പോലും പിന്നെ നമ്മൾ അങ്ങനെ ഡിയർ ഡോക്ടർ ജോൺ എന്ന് എഴുതാതെ ഡിയർ സർ എന്ന് എഴുതിയാല് അവരത് വായിക്കുക പോലും ഇല്ല പലപ്പോഴും. അവർക്ക് ഇഷ്ടമല്ല അത്. അപ്പൊ നമ്മള് ഈ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ബ്രിട്ടൻ അല്ലല്ലോ ഭരിക്കുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ പോലും അവരുടെ ഈ സർ പദവി പണ്ടേ നിർത്തി. അവർക്ക് സർ എന്ന് വിളിക്കുന്നതിൽ ഇപ്പൊ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ആ ഒരു ക്യാരക്ടർ നമ്മുടെ മക്കളിൽ ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ അവര് ചിലപ്പോൾ ബുദ്ധിമുട്ടല്ലോ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു കഠിനപിടുത്തം പിടിച്ച് പറയുന്നതൊക്കെ. അത് ചിലർക്കൊക്കെ വല്ലാണ്ട് അരഗന്റായിട്ട് അതിനകത്ത് എന്റെ കമന്റ്സ് ഒക്കെ എഴുതാറുണ്ട്. അവരുടെ ധാരണ എന്നെ അങ്ങനെ വിളിക്കണം എന്ന് വെച്ചിട്ടായി. നമുക്ക് അങ്ങനെ യാതൊരു കുഴപ്പമില്ല. സന്തോഷം. ഞാൻ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. സന്തോഷം. ഓക്കെ, വലിയ സന്തോഷം.